ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ബ്രെഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു 4 പീസ് ബ്രെഡ് ആണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്ന് ഓരോന്നായിട്ട് ഇതുപോലൊരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസോ അല്ലെങ്കിൽ ഇതുപോലെ ഷേപ്പ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിന്റെ നടുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പതിയെ ഒന്ന് വിടർത്തിയെടുക്കാം ഇതുപോലെ. നമ്മള് ബ്രെഡ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് 4 ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സവാള പൊടിപൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതോടെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 കപ്പ് തക്കാളി, അതിന്റെ കുരുവൊക്കെ നീക്കം ചെയ്തിട്ട് ഫ്ലഷ് മാത്രം എടുത്തതാണ് കേട്ടോ. അതൊരു 1/4 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണേലും എടുക്കാം. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, ക്യാബേജ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. ഇപ്പൊ ഏത് വെജിറ്റബിൾ ആണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇതിലേക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഞാന് ക്യാപ്സിക്കവും തക്കാളിയും സവാളയും മാത്രമാണ് എടുക്കുന്നത്. പിന്നെ അതിന്റെ കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ കുട്ടികൾക്ക്, തീരെ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ നമ്മൾ പച്ചമുളക് വേണ്ട. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചതച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. മുഴുവനോടെ ഉള്ള കുരുമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് മതി. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതി. അതോടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ എരിവൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളകും കുരുമുളകും ഒക്കെ ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബ്രെഡും മുട്ടയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി. എത്രണ്ണം വേണോ അതനുസരിച്ച് ബ്രെഡും മുട്ട എടുക്കുക. ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഓംലെറ്റിനൊക്കെ അടിച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല പതഞ്ഞ് വരുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്ക് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള നെയ്യോ ബട്ടറോ ഏതാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ഇനി എല്ലാ ഭാഗത്തേക്കും ഇത് ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ആക്കി മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് ഒരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ നടുക്ക് ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ ഒരു ചീസ് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് അത് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. അതിന്റെ മുകളിലായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിന്റെ പീസ് കൂടെ വെച്ചു കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് പ്രസ് ആക്കി കൊടുക്കാം. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് പതിയെ കുറച്ച് മുട്ടയുടെ മിക്സ് കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. സൈഡിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ ബ്രെഡിന്റെ എല്ലാ സൈഡിലും ഇതുപോലെ കുറേശ്ശെ ആക്കി കൊടുക്കുക. തിരിച്ചിടുമ്പോഴും നല്ല 2 സൈഡും ഒരുപോലെ നല്ല മൊരിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ സൈഡിലൂടെ ഇത്തിരി നെയ്യ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം.
ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് കുക്ക് ആകുമ്പോൾ നമുക്ക് പതിയെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് പ്രസ്സാക്കി കൊടുക്കുക. നമ്മൾ അപ്പുറം സൈഡിൽ ഒഴിച്ച മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവാനായിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി. നെയ്യ് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ഇതുപോലെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പൊ ആദ്യത്തേത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഐറ്റമാണ്. അപ്പൊ ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക. പാനിൽ അത്യാവശ്യം കുറച്ച് നെയ്യുണ്ട്, എങ്കിലും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ട് വെച്ചു കൊടുക്കാം. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു ചീസിന്റെ പീസ് വെച്ച് കൊടുക്കാം. അത് കട്ട് ചെയ്തിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചാലും മതി. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള ബ്രെഡിന്റെ പീസ് ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കുക. അല്പം മുട്ടയുടെ മിക്സ് സൈഡിൽ കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു ഭാഗം ആകുമ്പോൾ പതിയെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ 4 ബ്രെഡ് ചീസ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാട്ടോ. സ്വാദിഷ്ടമാണ്, കുട്ടികളുടെ ഒക്കെ പ്രിയപ്പെട്ടതാണ്. നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. നല്ല അടിപൊളിയാണ്, പ്രിയപ്പെട്ട ഐറ്റാണ്, കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഐറ്റാണ്. ചീസൊക്കെ വന്നുകൊണ്ട് നല്ല പ്രിയപ്പെട്ട ഐറ്റാണ് അവരുടെ. നമുക്ക് ചീസൊക്കെ നല്ല കറക്റ്റായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ചീസൊക്കെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. ഇനി അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എപ്പോഴും പറയുമ്പോൾ തന്നെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കല്ലേ. വീണ്ടും എന്നത്തെയും പോലെ നല്ല റെസിപ്പിയുമായി വരാം. അതുവരേക്കും താങ്ക് യു.